നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 22. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്ന് ഭാഗവത മാഹാത്മ്യം 2-ാം അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. ഭാഗം 22-ാമത്തെ ശ്ലോകം പറയണു: ഇതി നാരദനിർണീതം സ്വമാഹാത്മ്യം നിശമ്യസാം സർവാംഗപുഷ്ടി സംയുക്ത നാരദം വാക്യമബ്രവീത്. വളരെ രസാനുഭൂതിയോട് കൂടിയിട്ട് ഉള്ള ഒരു ശ്ലോകമാണത്. ഇതി നാരദനിർണീതം സ്വമാഹാത്മ്യം നിശമ്യസാം സർവാംഗപുഷ്ടി സംയുക്ത നാരദം വാക്യമബ്രവീത്. സൂത ഉവാച. അതുണ്ട്, സൂതൻ പറയാണ്. ശൗനകാദി ഋഷീശ്വരന്മാരോട് സൂതൻ പറയണു, നാരദൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ശേഷം, മേൽ പറഞ്ഞതിൻ്റെ ശേഷം താഴെ പറയുന്ന പോലെ പറഞ്ഞു. ഇതാണ് സത്യം. അപ്പം അവിടെ നാരദ നിർണീതം എന്നുള്ള വാക്കിന് നാരദനാൽ നിർണയിക്കപ്പെട്ട, നാരദനാൽ കൺക്ലൂഡ് ചെയ്യപ്പെട്ട സ്വമാഹാത്മ്യം, തൻ്റെ മാഹാത്മ്യത്തെ, ആരുടെ? ഭക്തിയുടെ മാഹാത്മ്യത്തെ. തൻ്റെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് പറയാണ്. തൻ്റെ മാഹാത്മ്യത്തെ, ഭക്തിയുടെ മാഹാത്മ്യത്തെ കേട്ടിട്ട്, നിശമ്യ കേട്ടിട്ട്, സർവാംഗപുഷ്ടിം ആപന്നാസ, അങ്ങനെയാണ് അർത്ഥം പറയുന്നത്. സർവാംഗപുഷ്ടിം ആപന്നാസ, സർവാംഗപുഷ്ടിയെ പ്രാപിച്ച അവൾ. ആര്? ഭക്തി. നാരദനോട് വാക്യം അബ്രവീത്. അപ്പോൾ നാരദര് ഭക്തിയോട് എന്തൊക്കെ പറഞ്ഞു, അതിന് പ്രതിഉത്തരം ഭക്തി നാരദനോട് ഇന്നതാണ് പറഞ്ഞത് എന്ന് സൂതൻ ശൗനകാദികളോട് പറയുന്നു. അപ്പോൾ അതിന് ഭാവാർത്ഥം പറയുമ്പോൾ, ഇപ്രകാരം നാരദർ സ്വമാഹാത്മ്യത്തെ പറ്റി പറഞ്ഞത് കേട്ടപ്പോൾ സകല അവയവങ്ങൾക്കും പുതിയ പുഷ്ടിയുണ്ടായി തീർന്ന ഭക്തി നാരദരോട് പറഞ്ഞു. ഇല്ലേ? അവരവരെ പറ്റി വേറൊരാൾ നന്മ ചെയ്ത ഒരാളാണ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾ ക്ഷീണിതനാണെങ്കിലും പറയപ്പെട്ട ആളുടെ ഔത്സുഖ്യപൂർണമായ വാക്ക് കേട്ടാൽ ഒരു തന്തുരുസ്തി തോന്നും, ഒരു ശരീരത്തിനൊരു ബലം വന്ന കൂട്ടത്ത് തോന്നും. അത് സ്വാഭാവികമാണ്. അതാണ് ആശുപത്രിയിലേക്ക് പോകുന്ന ഒരാളോട് എന്താ അസുഖം? അപ്പോൾ ആൾ പറഞ്ഞു പനിയാണെന്ന്. ഓഹോ, ഇന്നലെ ഇതേപോലൊരു പനി പിടിച്ച ഒരാൾ മരിച്ചു എന്ന് പറയരുത്. സത്യമാവും നിങ്ങൾ പറയണത്. പക്ഷേ രോഗിയോട് എപ്പോഴും വേറൊരാളുടെ ദുഃഖത്തെപ്പറ്റി പറയരുത്. അയാൾ രോഗിയാണ്. പറഞ്ഞ പ്രശ്നമുണ്ടോ? അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന ഒരാളോട് ബെസ്റ്റ് വിഷസ് എന്ന് പറയാതെ കണ്ട് താൻ അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല, താൻ പഠിച്ചിട്ടില്ല, താൻ തോൽക്കും എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ നമ്മളെ നോക്കിയിട്ട് ഒരാൾ നന്നാവില്ല എന്ന് പറഞ്ഞാലത്തെ സ്ഥിതി എന്താ? അപ്പോൾ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ കൺവേഴ്സ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എപ്പോഴും പ്രീതിജനകമായിട്ട്. സത്യമല്ല, സത്യത്തിന് സെക്കൻഡറി ഇതേ ഉള്ളൂ. അനൃതം ന വധ, തെറ്റ് നുണ പറയരുതെന്നുണ്ട്. പക്ഷേ കേൾക്കുന്ന ആൾക്ക് സൗകുമാര്യത്തെ കൊടുക്കുന്ന കാര്യങ്ങളെ നമ്മൾ പറയാൻ പാടും. ഇതൊക്കെയാണ് നമ്മൾ ജനറൽ നോളജിൽ വരിക. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഇപ്രകാരം നാരദർ ഭക്തിയുടെ മാഹാത്മ്യത്തെ പറ്റി പറഞ്ഞത് കേട്ടപ്പോൾ സകല അവയവങ്ങൾക്കും, ആർക്ക്? ഭക്തിക്ക് കുറേ കൂടി ഉന്മേഷം തോന്നി. ഭക്തി നാരദനോട് പറഞ്ഞു. ശ്രീ ഭക്തിരുവാച, ഭക്തി എന്തു പറഞ്ഞു?
23-ാമത്തെ ശ്ലോകം പറയുന്നു. അഹോ നാരദധന്യോ അസി പ്രീതിസ്തേ മയി നിശ്ചല ന കഥാചിത് വിമുഞ്ചാമി ചിത്തേ സ്ഥാസ്യാമി സർവദാ. അഹോ നാരദധന്യോ അസി, ധന്യോസി എന്നേ ഉള്ളൂ, ധന്യോ അസി. പ്രീതിസ്തേ മയി നിശ്ചല ന കഥാചിത് വിമുഞ്ചാമി ചിത്തേ സ്ഥാസ്യാമി സർവദാം. ശ്രീ ഭക്തി പറഞ്ഞു നാരദരോട്, അത്യാശ്ചര്യം, അതാണ് അത്യാശ്ചര്യം. അവിടെ പദത്തിൻ്റെ അർത്ഥം പറഞ്ഞിട്ടില്ല, ഭാവാർത്ഥമേ പറഞ്ഞിട്ടുള്ളൂ. അത്യാശ്ചര്യം, ഹേ നാരദ, അങ്ങ് ധന്യനാകുന്നു. കാരണം അങ്ങ് പറയുന്നതോടുകൂടി എൻ്റെ സർവാംഗം ഊർജ്ജസ്വലതയെ പ്രാപിച്ചു. അങ്ങ് ധന്യനാകുന്നു. അങ്ങയ്ക്ക് എൻ്റെ പേരിൽ ഇളക്കമില്ലാത്തതായ പ്രീതിയുണ്ട്. അതാണ് പ്രീതി, ഇളക്കമില്ലാത്തത്, നിശ്ചയദാർഢ്യമായിട്ടുള്ളത് എന്നൊക്കെ അർത്ഥം പറയാം. ഞാൻ അങ്ങയെ ഒരു കാലത്തും വിട്ടുപിരികയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാരദർക്ക് സ്വതസിദ്ധമായ ഭക്തി ഒരിക്കലും അദ്ദേഹത്തെ ഉപേക്ഷിക്കില്ല. ഈ ഒരു ഗ്യാരണ്ടി നമ്മൾക്കും കിട്ടണം. ഭക്തി നമ്മളോട് പറയണം, നിങ്ങൾ ഭാഗവതം പഠിക്കാൻ തുടങ്ങിയില്ലേ, ശരി, ഞാൻ ഒരു കാരണവശാലും നിങ്ങൾക്ക് വ്യാകുല ചിത്ത ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ഇറങ്ങി പോവില്ല. നിങ്ങൾക്ക് ഭഗവത് മാഹാത്മ്യം മനസ്സിലായി മുമുക്ഷത്വം കിട്ടുന്നവർ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. മുമുക്ഷത്വം കിട്ടിയ പിന്നെ ആ ഭക്തിയുടെ ആവശ്യമില്ല. കാരണം എന്താ, വി ആർ നിരാകാരത്തെ പ്രാപിച്ചു. നിരാകാരം, ആകാരമില്ലാതെ കണ്ടാവുക. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങയുടെ ചിത്തത്തിൽ ഞാൻ വസിച്ചു കൊള്ളാം. മനസ്സിൽ നിന്നാണോ പറഞ്ഞത്? അല്ല, ചിത്തത്തിൽ. അപ്പോൾ ഈ ഭക്തി ആരുടെ ഒപ്പം ഉണ്ടാവുള്ളൂ? ഭഗവാന്റെ ഒപ്പം. ഭഗവാൻ എവിടെ ഇരിക്കണത്? ചിതാകാശ ഗുഹയിൽ. സാങ്കല്പികമാണതല്ല. ഞാൻ ഈ കോഴിമുട്ടയുടെ കാര്യം പറഞ്ഞ മാതിരി അതിൻ്റെ ഉള്ളിലൊരു സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയത്തിലും ഒരു സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് പമ്പിങ് സിസ്റ്റം നടക്കുന്നത്. അപ്പോൾ ആ ഈശ്വര ചൈതന്യം ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ, അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടാൽ ഹൃദയം മിടിപ്പ് നിന്നു. അപ്പോൾ അത്യാശ്ചര്യം, ഹേ നാരദ, അങ്ങ് ധന്യനാകുന്നു. അങ്ങയ്ക്ക് എൻ്റെ പേരിൽ ഇളക്കമില്ലാത്ത പ്രീതിയുണ്ട്. ഞാൻ അങ്ങയെ ഒരു കാലത്തും വിട്ടുപിരികയില്ല. അങ്ങയുടെ ചിത്തത്തിൽ ഞാൻ വസിച്ചു കൊള്ളാം. നെക്സ്റ്റ്, അടുത്തതെന്താ? 24-ാമത്തെ ശ്ലോകം. 24-ാമത്തെ ശ്ലോകം പറയുന്നു, കൃപാലുന ത്വയാ സാധോ മദ്ബാധ ധ്വംസിതാക്ഷണാത് പുത്രയോശ്ചേതന നാസ്തി തതോ ബോധയ ബോധയ. തതോ ബോധയ ബോധയ. കൃപാലുന ത്വയാ സാധോ മദ്ബാധാധ്വംസിതാക്ഷണാത് പുത്രയോശ്ചേതന നാസ്തി തതോ ബോധയ ബോധയ. അങ്ങയുടെ കമനീയമായ വാക്ക് കേട്ട് എനിക്ക് സർവാംഗം പുഷ്ടിപ്പെട്ടു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 2 കുട്ടികളുടെ പുഷ്ടിക്ക് വേണ്ടിയിട്ട് അങ്ങ് എന്തെങ്കിലും ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ താല്പര്യം ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ സംസ്കൃത പണ്ഡിതനല്ല, എന്നാലും ഇനി എന്താ വായിച്ച ഇവിടെ ഭാവാർത്ഥം പറഞ്ഞത്? വാക്കാർത്ഥം ഇല്ല കേട്ടോ. കൃപാലുവായ അങ്ങ് ക്ഷണത്തിൽ എൻ്റെ ഉപദ്രവത്തെ തീർത്ത് രക്ഷിച്ചു അല്ലേ. എൻ്റെ സർവാംഗം പുഷ്ടിയായാൽ പിന്നെ ഉപദ്രവമൊന്നുമില്ല നമുക്ക്. കൃപാലുവായ അങ്ങ് ക്ഷണത്തിൽ പെട്ടെന്ന് എൻ്റെ ഉപദ്രവത്തെ തീർത്ത് രക്ഷിച്ചു. പുത്രന്മാർ അശക്തന്മാരും ബോധഹീനരുമായിട്ട് കിടക്കുന്നു. അവരെ ആ ബോധക്ഷയത്തിൽ നിന്നുണർത്തേണമേ എന്ന് വളരെ ഭക്തിശ്രദ്ധാപൂർവം ഒരപേക്ഷ. ഉപേക്ഷിക്കരുതേ എൻ്റെ അപേക്ഷയെ എന്ന് പറയുന്ന പോലെ ഭക്തി നാരദരുടെ അറിവ് വെച്ചുകൊണ്ട് ജ്ഞാനവൈരാഗ്യങ്ങളായ 2 മക്കളെ, ഭക്തിയുടെ മക്കളെ ബോധവാന്മാരാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. സൂത ഉവാച, സൂതർ പറയണു 25-ാമത്തെ ശ്ലോകം, തസ്യാവച സമാകർണ്യ കാരുണ്യം നാരദോ ഗദാ
തയോർബോധനാമാരേഭേ കരാഗ്രേണ വിമർദയൻ. വളരെ രസകരമായിട്ടുള്ള പദങ്ങളാണ്. തസ്യ വചസമാകർണ്യ കാരുണ്യം നാരദോ ഗതാം തയോർബോധനമാരേഭേ കരാഗ്രേണ വിമർദയൻ. വാക്കർത്ഥമില്ല അവിടെ എന്താ പറഞ്ഞത്? അപ്പോൾ സൂതൻ പറഞ്ഞു, അവളുടെ ആരുടെ ഭക്തിയുടെ വാക്ക് കേട്ടിട്ട് കരുണ തോന്നിയ നാരദൻ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന 2 പുത്രന്മാരെ കൈകളുടെ അഗ്രഭാഗത്തിൽ തലോടിക്കൊണ്ട് ഉണർത്തുവാൻ ആരംഭിച്ചു. എന്ന് പറഞ്ഞാൽ ബോധമില്ലാത്ത ആൾക്കാരെ എന്താ ചെയ്യുക? കയ്യ് ഇതിപ്പോൾ ബോധമില്ലാത്ത ആളുടെ കയ്യ് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ മർദ്ദയ കയ്യെ അമർത്തി കാരണം നിങ്ങൾ കുറേ ആൾക്കാർ ഈ വാട്സപ്പിൽ പലതും കണ്ടിട്ടുണ്ടാവും. ഓരോ വിരലുകളെയും ഒരു 10 പ്രാവശ്യം ഒഴിയുക, 10 പ്രാവശ്യം ഒഴിയുക, ഇങ്ങോട്ടും 2 കൈയും. എന്നിട്ട് ഓരോ തള്ളവിരലും ഒരു 10 പ്രാവശ്യം ഇങ്ങനെ അമർത്തുക, ഓരോ വിരലും. അപ്പോൾ അതിനൊക്കെ ആയുർവേദത്തിൽ പ്രതിവിധികളുണ്ട്. ഓരോ വിരലും ശരീരത്തിൻ്റെ ഏത് ഭാഗമായിട്ട് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മർദ്ദനം കൊണ്ട് ശരീരത്തിലെ ബ്ലഡ് വെസൽസ് സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. പമ്പിങ് സിസ്റ്റം ഒന്നുകൂടി കൂട്ടും. ഈ മർദ്ദനം കൊണ്ട് അമർത്തുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അപ്പോൾ ഇതൊക്കെ സയൻസാണ്. അപ്പോൾ ഭാഗവതം മുഴുവൻ സയൻസാണ്. ഇത് 18-ാം നൂറ്റാണ്ടിലത്തെയോ അല്ലെങ്കിൽ 5-ാം നൂറ്റാണ്ടിലത്തെയോ അന്തമില്ലാത്തവരുടെ കാര്യമല്ല. പലരും എന്താ വിചാരിച്ചിരുന്നത്, ഈ പുരാണങ്ങളൊന്നും ഇന്നത്തെ കാലത്ത് വില പോവില്ല എന്നാ. പുരാണം എല്ലാ കാലത്തും വില പോവും. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇതൊരു സയൻസാണ്. ഇതിലിപ്പോൾ സനാതനധർമ്മത്തിൽ എല്ലാവരും ഒന്നാണ്. അപ്പോൾ അവിടെ ക്രിസ്ത്യാനിറ്റി വേറെ, ഇസ്ലാം മതം വേറെ, ഹിന്ദു മതം എന്നുള്ളതല്ല. ഈ ഹിന്ദു മതമാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞത്. അത് ഹിന്ദുക്കളെന്നെ പഠിച്ചിട്ടില്ലെങ്കിലത്തെ ദോഷം നിങ്ങൾക്ക് മനസ്സിലായോ? ഹിന്ദുക്കൾ തന്നെ വെജിറ്റേറിയനിസം സ്വീകരിക്കാതെ ഇരുന്നാൽ ആർക്കാണ് മോശം? അവരവർക്കാണ് മോശം. ഇന്ന് സാധാരണ നാട്ടിൻപുറത്തൊരു കല്യാണത്തിന് ഒരു ഭാഗം ഒഴിച്ചിട്ടുണ്ടാവും. എന്തിനാ? 75% മട്ടൺ, ചിക്കൻ, പോത്ത്, മൂരി, ബാക്കി ഒരു 25% വെജിറ്റേറിയൻ. ആശ്ചര്യം എന്ന് പറയാം, ഞങ്ങൾ മലബാറിൽ ഈ തലേക്കെട്ടൊക്കെ കെട്ടിയിട്ടാണ് യഥാസ്ഥിതിക വൃദ്ധന്മാരായിട്ടുള്ള മുസ്ലിം സഹോദരന്മാർ. പിന്നെ തൊപ്പി വെക്കണവർ പരിഷ്കരിച്ച് മതം അനുസരിക്കുന്ന പോലെ തൊപ്പി വെച്ചുള്ള ആൾക്കാർ. അവർക്ക് വെജിറ്റേറിയൻ ഇഷ്ടമാണ് ഇപ്പോൾ. കാരണം എന്താ? ചിലവർ പലതരത്തിലുള്ള അസ്ക്യതകളും അനുഭവിച്ച് ഇനി ഹെവി ഫുഡ് പാടില്ല, സാമ്പാറും അവിയലൊക്കെയാണ് നല്ലത് എന്ന് അവർ സ്വയം തീരുമാനിച്ചിട്ടാണ് 25% ഫീസ്റ്റ് അടിക്കാൻ വന്നിട്ടുള്ളത്. നമ്മുടെ ആൾക്കാരോ, നമ്മുടെ കുട്ടികളോ, നമ്മുടെ സ്ത്രീകളോ, നമ്മുടെ പുരുഷന്മാരോ വാദം വെച്ചിട്ടാണ് കോഴിക്കാല് കടിക്കുന്നതും അല്ലെങ്കിൽ ബാക്കി വട്ടവർ ഇറ്റ് ഈസ്. ഇതുകൊണ്ട് നമ്മൾ എന്ത് നേടി? നമ്മുടെ ശരീരം ഭൂമധ്യരേഖയോടുകൂടി ഉള്ള ഭാരതത്തിൻ്റെ കടപ്പനുസരിച്ച് ഒരു 20 മിനിറ്റ് 25 മിനിറ്റിൽ നമ്മൾക്ക് സൂര്യോദയം സൂര്യാസ്തമയം മാറില്ല. അപ്പോൾ വി ആർ ദി ലക്കിയസ്റ്റ് പീപ്പിൾ. ആരാണ് ഭൂമധ്യരേഖയിലുള്ളത്? അവരൊക്കെ ലക്കിയസ്റ്റാണ്. കാരണം സൂര്യൻ പാതി സമയം ദിനരാത്രങ്ങൾ സമാണ് കിട്ടുക. അപ്പോൾ അവിടുത്തെ ആഹാര രീതി വെജിറ്റേറിയനാണ്. അപ്പോൾ എല്ലാവരും നിർബന്ധിച്ച് ഞങ്ങൾ മത്സ്യമാംസമേ കഴിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ എനിക്കതിലിപ്പോൾ യാതൊരു അസ്കിതും ഉണ്ടായിട്ടല്ല. പക്ഷേ അത് നിങ്ങൾക്കാണ് തെറ്റായിട്ടുള്ള റിസൾട്ട് തരാം. അപ്പോൾ അഹിംസ പരമോ ധർമ്മ എന്ന മാനവീയ പരിഗണന വിടാതെ കൊണ്ട് ജീവിച്ചാൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും നമ്മളും മൃഗമായിട്ട് മാറും.
കാരണം മൃഗത്തിൻ്റെ മാംസം കഴിക്കുമ്പോൾ നമ്മൾ മൃഗമാവും. അപ്പോൾ നമ്മൾക്ക് ഇതിൽ പറയുന്ന സാത്വിക ഗുണം നമുക്ക് നഷ്ടം വരും. തമോ ഗുണ പ്രകൃതികളും രജോ ഗുണ പ്രകൃതികളും ആയിത്തീരും. അപ്പോൾ പിന്നെ മനസ്സിന് ആർദ്രത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ അച്ഛനമ്മമാരെ നോക്കണ്ടാന്ന് ആരാ പറയണത്? മനസ്സിന് ആർദ്രത ഇല്ലാത്ത ആൾക്കാർ. മനസ്സിന് ആർദ്രത ഇല്ലെങ്കിൽ അതിനർത്ഥം എന്താ? അവരുടെ സാത്വിക ഗുണം ഇല്ല എന്നാണ്. അമ്പലത്തിൽ പോകുന്ന ആൾക്കാരൊക്കെ സാത്വിക ഗുണം ഉണ്ടെങ്കിൽ പ്രാർത്ഥന ഫലിക്കൂ. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വന്നു എന്ന് വരും. നിങ്ങൾക്ക് ദേഷ്യം വന്നുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ നിങ്ങൾ നന്നാവാൻ വേണ്ടി പറയണമെന്ന് മാത്രം. എനിക്ക് ഇങ്ങനെ പറയാൻ ആരും കാശ് തന്നിട്ടില്ല. കാശ് തന്നിട്ട് ഞാൻ വാങ്ങൂല. എനിക്ക് കാശിൻ്റെ ആവശ്യമില്ല. കാരണം ഈശ്വരൻ എൻ്റെ എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ നടത്തി തരുന്നുണ്ട്. പിന്നെന്താ വേണ്ടത്? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ പറഞ്ഞു, ഭക്തിയുടെ വാക്ക് കേട്ടിട്ട് കരുണ തോന്നിയ നാരദൻ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന പുത്രന്മാരെ കൈകളുടെ അഗ്രഭാഗത്താൽ തലോടിക്കൊണ്ട് ഉണർത്തുവാൻ ആരംഭിച്ചു. ശരി, അടുത്ത ശ്ലോകം എന്താ? 26-ാമത്തെ ശ്ലോകം പറഞ്ഞു. മുഖം സംയോജ്യ കർണാന്തേ ശബ്ദമുച്ചൈ സമുച്ചരൻ ജ്ഞാന പ്രബുദ്ധ്യതാം ശീഘ്രം രേ വൈരാഗ്യ പ്രബുദ്ധ്യതാം. മുഖം സംയോജ്യ കർണാന്തേ ശബ്ദമുച്ചൈ സമുച്ചരൻ ജ്ഞാന പ്രബുദ്ധ്യതാം ശീഘ്രം രേ വൈരാഗ്യ പ്രബുദ്ധ്യതാം. അവിടെ എന്താ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്, മുഖം സംയോജ്യ കർണാന്തേ, നാരദരുടെ മുഖം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന ഭക്തിയുടെ 2 പ്രായാധിക്യം തോന്നിക്കുന്ന കുട്ടികളുടെ ചെവിയിൽ പോയി ഭഗവത്ഗീത അല്ലെങ്കിൽ ഉപനിഷത്തുകൾ അല്ലെങ്കിൽ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, വേദങ്ങളിലുള്ള ചില മന്ത്രങ്ങളൊക്കെ ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ കുട്ടികളുടെ മയക്കം പോയിട്ട് പ്രബോധനം വരട്ടെ എന്ന് പറഞ്ഞിട്ട്. അതാണ് ജ്ഞാന പ്രബുദ്ധ്യതാം ശീഘ്രം രേ വൈരാഗ്യ പ്രബുദ്ധ്യതാം. ഇവരെ പ്രബുദ്ധന്മാരാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി ഭാവാർത്ഥം നോക്കുക. നാരദമുനിയുടെ മുഖത്തെ കർണസമീപത്തിൽ വെച്ചുകൊണ്ട്, ആരുടെ? ജ്ഞാനവൈരാഗ്യങ്ങളുടെ കർണം എന്ന് പറഞ്ഞാൽ ചെവിയിൽ അടുത്ത് വെച്ച്, ഹേ ജ്ഞാനമേ ഭഗവാൻ ഉണരുക, ഹേ വൈരാഗ്യ ഭവാൻ വേഗം ഉണരുക. ജ്ഞാനവൈരാഗ്യങ്ങളോട് വെവ്വേറെ ചെവിയിൽ മാറി മാറിയിട്ട് ഉണരൂ ഉണരൂ, ഉത്തിഷ്ഠത ജാഗ്രത, ജാഗ്രതയോടുകൂടി ഉണരൂ. നമ്മളോട് ഇത് പറയുന്നുണ്ട്, നമ്മൾ പല ആൾക്കാരും കേട്ടിട്ടില്ല. അപ്പോൾ ഹേ ജ്ഞാനമേ ഭവാൻ ഉണരുക, ഹേ വൈരാഗ്യ ഭവാൻ വേഗം ഉണരുക എന്നിങ്ങനെ ഉച്ചത്തിൽ സ്പഷ്ടമായി ഉച്ചരിച്ചുകൊണ്ട് ഉണർത്തുവാൻ പരിശ്രമിച്ചു. അപ്പം തന്നെ അർത്ഥം അതിലുണ്ട്. നടന്നില്ല, കാര്യം നടന്നില്ല. അത് 27-ാമത്തെ ശ്ലോകം നോക്കുക. വേദവേദാന്തഘോഷൈശ്ചാഗീതാഭാടേർമുഹുർമുഹു. അപ്പോൾ ആദ്യം ഉണരു ഉണരു എന്ന് പറഞ്ഞു, ഉണർന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഭഗവത്ഗീതയുടെ ചില ശ്ലോകങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. വേദവേദാന്തഘോഷൈശ്ച, വേദങ്ങളിലും വേദാന്തങ്ങളിലുള്ള പല പ്രമാണങ്ങളും എടുത്ത് ഉച്ചരിച്ച് നോക്കി. ബോധ്യമാനോ തഥാതേന കഥഞ്ചിച്ചോധിതോ ബലാത്. ബലാത് ഉണരാൻ വേണ്ടി ബലത്തിൽ നല്ല ഉച്ചയിൽ പറഞ്ഞു എന്നാ. വേദവേദാന്തഘോഷൈശ്ച ഗീതാപാഠേർമുഹുർമുഹു ബോധ്യമാനോ തഥാതേന കഥഞ്ചിച്ചോധിതോ ബലാത്. എന്താ അനർത്ഥം പറയണത്? വേദങ്ങൾ, വേദാന്തങ്ങൾ എന്നിവയെ ഉച്ചത്തിൽ ഉച്ചരിച്ചിട്ടും ഭഗവത്ഗീത വായിച്ചിട്ടും വീണ്ടും വീണ്ടും ബോധിപ്പിച്ചു. അതിൽ കമ്മിയൊന്നും വരുത്തിയില്ല. പക്ഷേ അപ്പോൾ അശക്തന്മാരായിരിക്കുന്നുവെങ്കിലും നാരദരുടെ ഉപചാര വൈഭവത്താൽ ജ്ഞാനവൈരാഗ്യങ്ങൾ പ്രയാസപ്പെട്ട് ഉണർന്നെഴുന്നേറ്റു. അപ്പം എന്തായി?
എന്തായി അർത്ഥം? നാരദരെ പോലെയുള്ള ഒരു ദേവർഷി നമ്മളെ പ്രബോധിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചൈതന്യം ഉണരും. ചൈതന്യം ഉറങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ മായയാൽ ആവൃതമായി കിടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മായേനെയാണ് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്. അതിനാണ് വേദങ്ങൾ പഠിക്കണം, ഉപനിഷത്തുകൾ പഠിക്കണം, പുരാണങ്ങൾ പഠിക്കണം, ഇതിഹാസങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത്. അത് ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്നൊരാൾ ആദ്യം ഒരു മുൻവിധിയിലെത്തിക്കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അസാമാന്യം തന്നെ പിടിച്ചുലയ്ക്കുന്ന വാർത്താവിശേഷങ്ങളെ കൊണ്ട് ചിലവർ ഭക്തി പ്രഭാവത്തിലേക്ക് വരും. ചിലർ എന്തൊക്കെയോ പല കാര്യങ്ങളും ആലോചിച്ചത് നടന്നിട്ടില്ലെങ്കിൽ അതിന് ഈശ്വരനെ കുറ്റം പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപചാരങ്ങൾ നിർത്തും. ഇത് രണ്ടും ഈശ്വരനെ ബാധിക്കില്ല. വിയോഗം കൊണ്ടും സംയോഗം കൊണ്ടും ഭഗവാൻ ഒരു പ്രത്യേക, കാരണം ഭഗവാൻ നിരാകാരനാണ്. എവിടെ വെച്ചിട്ടാണ് നിങ്ങൾ സംയോഗം ഉണ്ടാവുക? എവിടെ വെച്ചിട്ടാണ് നിങ്ങൾ നിരാകരിക്കുക? പുല്ലാണേ പുല്ലാണേ, ഭഗവാൻ പറയും പുല്ലാണേ പുല്ലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നന്നായിക്കോളെ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാനെന്ത് പഴിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, വേദങ്ങൾ വേദാന്തങ്ങൾ എന്നിവയെ ഉച്ചത്തിൽ ഉച്ചരിച്ചിട്ടും ഭഗവത്ഗീത വായിച്ചിട്ടും വീണ്ടും വീണ്ടും ബോധിപ്പിച്ചു. അപ്പോൾ അശക്തന്മാരായിരിക്കുന്നുവെങ്കിലും നാരദരുടെ ഉപചാര വൈഭവത്താൽ, ഈ ഉപചാരം എന്ന് പറഞ്ഞാൽ സേവ ചെയ്യാമെന്നാണ്. സേവ ചെയ്യാന്ന് പറഞ്ഞാൽ പോൾസൺ അടിക്കലല്ല, വെണ്ണ പൂശലല്ല. പിന്നെയോ വയ്യാത്തവരെ കുളിപ്പിക്കുക, തലമുടി ചീന്തി കൊടുക്കുക, കാലിലും കയ്യിലും നഖങ്ങൾ വെട്ടിക്കൊടുക്കുക, ഗുഹ്യഭാഗത്തെ രോമങ്ങൾ കളഞ്ഞു കൊടുക്കുക. എന്തേ പറ്റില്ലേ? അച്ഛൻ, മുത്തശ്ശൻ, പെൺകുട്ടികൾക്ക് അമ്മ, മുത്തശ്ശി സഹകരണം വേണം. കാരണം അവരവരുടെ ശാരീരിക മാനസിക അവസ്ഥയെ പ്രായാധിക്യത്തിൽ ഒരു മകനോ മകളോ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ മകനോ മകളോ എത്ര വലിയ പാക്കേജ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിലും നരകദ്വാരത്തിൽ പോയി പെടുമെന്നുള്ളത് സത്യമാണത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കണതാണ് ഞാൻ പറയണത്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളിൽ സ്വയം ഉന്തിത്തള്ളി വീഴാതെ കണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ പറഞ്ഞിട്ടുള്ള ഡിസിപ്ലിൻസ് എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ വായ തോരാണ്ട് സംസാരിക്കും എങ്കിലും ആരെങ്കിലും എന്നോട് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഭക്തിശ്രദ്ധയോടുകൂടി കേൾക്കും. അങ്ങനെ കേട്ട് ശരിയാണെന്ന് തോന്നുന്നതും അനുഭവിപ്പിക്കാൻ സാധിക്കാതെ കൊണ്ടുപോയാലുണ്ടാവുന്ന ദോഷങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് പലതും പറയുന്നത്. ഇതിൽ നിന്ന് വ്യതിചലിച്ച് ഞാൻ നിങ്ങളോട് പലതും പറയണത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവരുടെ ജീവിതത്തിലുള്ള വിജയം, ചെയ്യാത്തവർക്ക് ജീവിതത്തിലുള്ള പരാജയം, ഇത് രണ്ടും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഈ 72 വയസ്സിലുള്ള ജീവിത അനുഭവം ചില്ലറയല്ല, പലതരത്തിലും. അതാണ് സഭയിൽ അസഭ്യമില്ല, സഭയിൽ സഭ്യതയാണ്. ആ സഭ്യത നിലനിർത്തിക്കൊണ്ട് അവരവരുടെ മുത്തശ്ശൻ, മുത്തശ്ശി, അച്ഛൻ, അമ്മ അവരവരുടെ ശാരീരിക മാനസിക നില ഉയർത്താൻ സാധിക്കുന്നത്ര നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് സൗകര്യം ഉണ്ടായിട്ടും കാര്യമില്ല, നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വളരെ വിനീതനായിട്ട് പറയാം. ഇനി ഞാൻ ഒന്നുകൂടി പറയാം. ഏതൊക്കെ ഫീൽഡിൽ നമ്പർ 2 പണം വന്ന് ആൾക്കാർ ധനവാന്മാരുണ്ട്, അവരുടെയൊക്കെ വീട്ടിൽ ശ്രദ്ധിച്ചാൽ പാപത്തിൻ്റെ കൊടുമുടി കയറിയ പോലെ
അംഗവൈകല്യം അനുഭവിക്കുന്ന ആൾക്കാരെ കാണാം. ഞാൻ വെല്ലുവിളിക്കണം. നമ്പർ 2, പൈസ. അനർഹമായ രീതിയിൽ ധനവാനാവാൻ വേണ്ടി മറ്റുള്ളവരെ പിഴിഞ്ഞ് വാങ്ങുന്ന കിമ്പളം അനുഭവിക്കുന്നവർ വീട്ടിലത്തെ സ്ഥിതിയാണ് പറഞ്ഞത്. യാദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നിദ്രാരൂപേണ സംസ്ഥിത. ഇതൊന്നും അവർക്കുണ്ടാവില്ല. കാരണം എന്താ? ഇതൊക്കെ ഈശ്വരീയത. ചെറ്റക്കൂടിലാണെങ്കിലും റോഡ് സൈഡിൽ അന്തം വിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. വലിയ വലിയ ലോറികൾ ചീറി പായണോ, അതൊന്നും അവർ കേൾക്കണില്ല. അവർ നല്ല സുഷുപ്തിയിലാണ്. കാരണം എന്താ? അവർ അപ്പം കിട്ടുന്നത് കൊണ്ട് സംതൃപ്തിപ്പെടുന്ന ആൾക്കാരാണ്. നമ്മുടെ ആൾക്കാരാണ് സംതൃപ്തി പോരാ. എത്ര കിട്ടിയാലും സംതൃപ്തി പോരാ തോന്നും. അതാണ് മായ. അപ്പോൾ മായയെ ജയിക്കുക എന്ന് പറഞ്ഞാൽ സംതൃപ്തി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോഴാണ് ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ദൈവം എനിക്ക് വലിയ വലിയ പണിഷ്മെൻറ്റുകൾ തരണു എന്നൊരു സാധാരണക്കാരൻ ചോദിക്കുകയാണെങ്കിൽ, ആ സാധാരണക്കാരൻ്റെ വൈകൃതമായ മനസ്സിൽ നിന്ന് ഉൽപ്പന്നമായിട്ട് മറ്റുള്ളവർക്ക് ദോഷം വന്നിട്ടുണ്ടാവും. ഇപ്പോഴായിരിക്കില്ല, ഏത് ജന്മത്തെന്നറിയില്ല. അതിനെയാണ് സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങളെന്ന് പറയും. സഞ്ചിതം, ഓരോ ജന്മത്തും സ്വീകരിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പണമില്ലെങ്കിൽ നമ്മുടെ ചെക്ക് ലീഫ് സൈൻ ചെയ്തിട്ട് ബാങ്ക് എംപ്ലോയിക്ക് കൊടുത്താൽ അയാൾ കമ്പ്യൂട്ടറിൽ നോക്കും ഇയാളുടെ അക്കൗണ്ടിൽ എത്രയുണ്ട്. അപ്പോൾ എഴുതിയ തുക അതിനേക്കാൾ എക്സസ് ആണെങ്കിൽ ആ ചെക്ക് മടക്കി തരികയില്ല. അല്ല, അതല്ല ശരി. അപ്പോൾ നമ്മൾ ഈശ്വരന് എത്ര ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്, അതൊന്നും സാങ്ഷൻ ആവാണ്ട് ഇരിക്കാനുള്ള കാരണം എന്താ? നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളാണ് ജാസ്തി, പുണ്യങ്ങൾ കമ്മിയാണ്. അതുകൊണ്ടാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്തത് ഒരു ഭാഗം. ഇന്ന് ഞാൻ അത്ഭുതമായിട്ടൊരു 30-35 വയസ്സ് പ്രായമായിട്ടൊരു പയ്യൻ, എൻ്റെ നിലയിൽ അയാൾ പയ്യനാണ്, വാട്സപ്പിൽ പ്രഭാഷണം എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം സമാന്തരമായി ആലോചിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ഞാൻ നിങ്ങളോട് ഈ ആദ്യത്തെ എപ്പിസോഡ് മുതൽക്ക് പറഞ്ഞു എന്തോ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് സന്ദർഭം ഒന്നുണ്ടാവില്ല, അത് ഞാൻ പറയാം. 1930-കൾക്ക് ശേഷമാണ് ഒരു ശരാശരി അതർ ദാൻ ബ്രാഹ്മണരും അമ്പലവാസികളും ബാക്കി ആരും ക്ഷേത്രങ്ങളിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള സത്യം. അപ്പോൾ 100 കൊല്ലമായിട്ടില്ല, 1930. ഇത് ചരിത്രമാണ്. അപ്പോൾ ഈ ക്ഷേത്രങ്ങൾ എന്തിനാണെന്നുള്ളതാണ് പറയുന്നത്. ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ക്ഷേത്രങ്ങൾ സാധനകൾ ചെയ്യാനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏതൊരു ക്ഷേത്രത്തിലേക്കും എത്തണമെന്നുണ്ടെങ്കിൽ സൗകര്യക്കുറവുള്ള വഴികളായിരുന്നു ഒരു 50 വർഷം വരെ. ഇന്ന് കാണുന്ന സൗകര്യമൊന്നും പണ്ടുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ കള്ളന്മാരും കൊള്ളക്കാരും എത്തപ്പെടാൻ സാധിക്കാത്ത രീതിയിലാണ് ക്ഷേത്രങ്ങൾ സംരക്ഷിച്ചിട്ടുള്ളത്, ക്ഷേത്രങ്ങൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ വാതിൽമാടം എന്ന് പറഞ്ഞാൽ എന്തിനാ? വാതിൽമാടം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരാണ് ക്ഷേത്രങ്ങളുടെ ട്രസ്റ്റിമാർ 99%. അവരുടെ കുട്ടികളെ അവരുടെ സംസ്കാരം പഠിപ്പിക്കാനുള്ള അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണത്. ഓത്തുചൊല്ലി പഠിപ്പിക്കുക. അതിൽ വൈദഗ്ധ്യം നേടിയവർ മുഖമണ്ഡപത്തിൽ ഭഗവാന് ഫേസ് ടു ഫേസ് ഇരുന്ന് വേദങ്ങൾ ചൊല്ലുക. ഒന്നും പ്രാർത്ഥിക്കല്ല. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രാപിക്കാനാണ്. അതല്ല. ഇപ്പം നമ്മൾ യാചിക്കുകയാണ് ചെയ്യണത്, ഭഗവാനോട് യാചിക്കുകയാണ്.
അപ്പം നമുക്കൊരു സംസ്കാരം, ഒരു ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം നിലനിർത്തിക്കൊണ്ട് ഇതേമാതിരി ഒരു ദിവസം മാത്രം ഉത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്, പൂരങ്ങൾ. അതുവരെ പരിപാവനമായിട്ട് ആലോചിച്ച് വെച്ചിട്ടുള്ള ക്ഷേത്രത്തിലേക്ക് ചെരുപ്പിടാണ്ട് പോയി പൂജിക്കും, പോയി തൊഴുതു വരും. അന്നത്തെ ദിവസം ഷൂട്ടിട്ട് യവനും അവിടെ പോവാന്നാ. അപ്പോൾ ഇത് വിഭാവനം ചെയ്ത ആൾക്കാരാൽ ഇന്ന് ജീവിച്ചിരിക്കണില്ല. ഈ ക്ഷേത്രങ്ങൾ കെട്ടിയിട്ടുള്ള ആൾക്കാർ ഇന്ന് ജീവിച്ചിരിക്കണില്ല. എന്നാൽ അതിൻ്റെ താത്വിക വശങ്ങൾ നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. ഇന്നിപ്പോൾ ഏത് ക്ഷേത്രത്തിലാണ് ഓത്ത് പഠിപ്പിക്കുന്നത്? ഓത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദം പഠിപ്പിക്കണം. അപ്പം ഇത് പലവരും എന്നോട് നെഗറ്റിവിറ്റി പറയുമ്പോൾ എനിക്ക് സമാധാനമുണ്ട്. എന്താ, ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്രാർത്ഥന എന്നുള്ളത് വീട്ടിൽ നടക്കണം. കഞ്ഞി വിളമ്പി വെച്ചാൽ അല്ലെങ്കിൽ പലഹാരം എടുത്ത് വെച്ചാൽ ആദ്യം അത് അന്നം ബ്രഹ്മമാണെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ആരെങ്കിലും അതിനെ ആദരപൂർവം വെള്ളം ചുറ്റി പിന്നെ വലം വെപ്പിച്ച് അതിനെ ആദരപൂർവ്വം ഭക്ഷിക്കുന്ന ആൾക്കാരെ കളിയാക്കുകയും ചെയ്യും നമ്മൾ. അത് നമ്മൾ കേമന്മാരാ. ആർക്കാണ് നഷ്ടം? ആരാണ് കളിയാക്കുന്നത് അവർക്കാണ് നഷ്ടം. ഇതൊക്കെ പറയാൻ കാരണം എന്താ? ഇവിടെ എന്താ പറഞ്ഞത്? അപ്പോൾ വേദങ്ങളും വേദാംഗങ്ങളും ഉച്ചത്തിൽ ഉച്ചരിച്ചിട്ടും ഭഗവത്ഗീത വായിച്ചിട്ടും വീണ്ടും വീണ്ടും ബോധിപ്പിച്ചു. അപ്പോൾ അശക്തന്മാരായിരിക്കുന്നുവെങ്കിലും നാരദരുടെ ഉപചാര വൈഭവം എന്നുള്ള വാക്ക്, ഉപചരിക്കുക ഉപചാരം ചെയ്യാതെ കണ്ട് ആരും നന്നാവില്ല. അച്ഛനമ്മമാരെ ഉപചരിക്കാൻ നഴ്സുമാരല്ല, സ്വന്തം മക്കൾ ഉപചരിക്കണം. കാരണം എന്താ? അവരാ ആഗ്രഹിക്കുന്നതാണ്. അല്ലെങ്കിൽ എന്തു ചെയ്യും? നല്ല ആഹാരങ്ങളൊക്കെ അവർ കഴിക്കും, മരുന്ന് സമയത്ത് കൊടുക്കില്ല, ഇയാൾ വേഗം സിദ്ധി കൂടും. അതും അയാളുടെ തലയിലെഴുത്ത്, അത് വേറെ കാര്യം. അപ്പോൾ ഉപചാര വൈഭവത്താൽ ജ്ഞാനവൈരാഗ്യങ്ങൾ പ്രയാസപ്പെട്ട് ഉണർന്ന് എഴുന്നേറ്റു. ഓക്കെ, അടുത്ത ശ്ലോകം എന്താ? 28. നേത്രൈരനവലോകാന്തോ ജൃംബന്ധോ സാലസാവുഭോ ഭഗവൽ പലിതോ പ്രായ ശുഷ്കകാഷ്ടസമാംഗക. ശുഷ്കകാഷ്ടസമാംഗക. ശുഷ്ടകാഷ്ടം എന്ന് പറഞ്ഞ കാഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? ചെറുത് എന്നർത്ഥം. ചെറുത്. പിന്നെ വീക്കായിട്ടുള്ളത്. നല്ല മരല്ലേ കത്തുള്ളൂ, നല്ല മരല്ലാണെങ്കിൽ കത്തില്ല. അപ്പോൾ നേത്രൈ അനവലോകാന്തോ ജൃംബന്തോ സാലസാവുഭോ ഭഗവൽ പലിതോ പ്രായ ശുഷ്കകാഷ്ട സമാംഗകോ. അപ്പോൾ പറഞ്ഞു, ഉണർന്നെഴുന്നേറ്റുവെങ്കിലും ബോധമില്ലാണ്ട് കിടക്കുകയായിരുന്നു രണ്ട് മക്കളെ. ആരെ? ജ്ഞാനവൈരാഗ്യങ്ങൾ. അപ്പോൾ അവർ എഴുന്നേറ്റു എങ്കിലും കണ്ണുകൾ മിഴിച്ച് വസ്തുക്കളെ നോക്കുന്നില്ല. അവലോകനം ചെയ്യാമെന്നാണ് പറയുക. സിംഹം അതിൻ്റെ സിംഹാവലോകനം. സിംഹം അതിൻ്റെ വലിയ തല ഒരു 180 ഡിഗ്രി ചെരിച്ച് അവലോകനം ചെയ്യും, സിംഹാവലോകനം. അപ്പോൾ ഇവിടെ ആ വാക്കെന്താ? ന അവലോകാന്തോന്ന. അവലോകനം ചെയ്യാൻ സാധിക്കണില്ല എന്നർത്ഥം വരാം. അപ്പോൾ നേത്രൈ കണ്ണ് മിഴിക്കാൻ സാധിക്കണില്ല എന്നർത്ഥം. അതാണ് നേത്രൈ അനവലോകാന്തോ ജൃംബന്തോ സാലസാവുബോ. 1-2 പ്രാവശ്യം കോട്ടായി ഇടപ്പോഴാണ്. ഒന്നില്ലെങ്കിൽ ഉറക്കം വരുമ്പോൾ, അല്ലെങ്കിൽ ക്ഷീണം കൊണ്ട്, അല്ലെങ്കിൽ മോഡേൺ സയൻസ് പറയും ഒരു വ്യക്തിക്ക് നിർത്താതെ കൊണ്ട് കോട്ടുവായ വരുന്നുണ്ടെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ ഓക്സിജൻ ഇല്ല. അതിന് ആരും കുറ്റം പറഞ്ഞ കാര്യമില്ല. ഇപ്പോൾ നമ്മൾ പൈപ്പ് വെള്ളം അല്ല, കിണറ്റിലെ വെള്ളം അല്ലല്ലോ കുടിക്കുന്നത്. കിണറ്റിലെ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ അമീബകൾ ചത്തു പോകുന്നുണ്ടെങ്കിലും അതോടുകൂടി അതിലുള്ള ഓക്സിജൻ പോയി. ഓക്സിജനാണ് ഈ ലിവറിനെയും ഒക്കെ എന്താണ് പറയുക, ബലപ്പെടുത്തുന്നത്.
പണ്ട് അങ്ങനെ ആയിരുന്നില്ല, വെള്ളം കോരി കുടിച്ചായിരുന്നു. അത് കാരണം ഓക്സിജൻ്റെ അളവ് നന്നായിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക്. അപ്പോൾ അവരവരുടെ കീഴ്വഴക്കങ്ങൾ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെയോ ചില കോമാളിത്തരം കാരണം നമ്മൾക്ക് ഓക്സിജൻ കമ്മിയായി. അതിനും കുറ്റം നമുക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഉണർന്നെഴുന്നേറ്റുവെങ്കിലും കണ്ണുകൾ മിഴിച്ച് വസ്തുക്കളെ നോക്കുന്നില്ല. അടിക്കടി വായ് തുറന്ന് കോട്ടുവായിട്ടും കൊണ്ട് ആലസ്യത്തെ വെളിപ്പെടുത്തുന്നു. ആലസ്യത്തെ എക്സ്പ്രസ് ചെയ്യാണ് ഈ കോട്ടുവായ കൊണ്ട് ചെയ്യുന്നത്. വെള്ളക്കൊറ്റുകളെന്ന പോലെ രോമങ്ങൾ മുഴുവനും വെളുത്തിരിക്കുന്നു. അതെങ്ങനെ? ഈ അകാലനര, കാലം ചെല്ലാത്തതിൻ്റെ മുമ്പ് തന്നെ തല നരയ്ക്കണത് എന്തുകൊണ്ടാണ്? അത് ചില വിറ്റാമിൻസിൻ്റെ കമ്മി കൊണ്ടാണ്. അതിനെന്ത് ഓമന നര എന്നൊക്കെ നമ്മൾ പറഞ്ഞ് സമാധാനിക്കുന്നുണ്ടെങ്കിലും കൂടി അത് അതിൻ്റെ ഒരു വൈഷമ്യം വേറെയാണത്, സാരമില്ല. അപ്പോൾ വെള്ളക്കൊറ്റുകളെന്ന പോലെ രോമങ്ങൾ മുഴുവനും വെളുത്തിരിക്കുന്നു. സാമാന്യം അവയവങ്ങളെല്ലാം ഉണങ്ങിയ വിറകെന്ന പോലെ ശുഷ്കിച്ച കാഷ്ടം എന്ന് പറഞ്ഞാൽ വിറകെന്നർത്ഥമായി. അപ്പോൾ ശുഷ്കിച്ച കാഷ്ടസമാംഗവും ഉണങ്ങിയ വിറകെന്ന പോലെ മാംസരക്തങ്ങളിലില്ലാത്ത അസ്ഥിപ്രായങ്ങളായിരിക്കുന്നു. എല്ലും കോലും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ് അസ്ഥിപ്രായം എന്ന് പറയുന്നത്. എന്തപ്പോൾ പറഞ്ഞത് ഇല്ലേ? മലയാളത്തിൽ അവരവർ ഇരിക്കേണ്ടോടത്ത് ഇരുന്നില്ലെങ്കിൽ നായ കയറി ഇരിക്കും എന്നൊരു ചൊല്ലുണ്ട്. അതേപോലെ ഈശ്വര വചനങ്ങളെ ഉൾക്കൊണ്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ ഈ ശരീരം ഒന്നിനും കൊള്ളാതെ ഉണ്ടാവും. എല്ലാവരാലും വെറുക്കപ്പെട്ട രീതിയിലാവുന്ന. അതുകൊണ്ടാണല്ലോ ഈ മത്സ്യം മാംസം ഇല്ലാണ്ടായ എല്ലും കോലായ പിന്നെ എവിടെ പിടിച്ചാലും വേദനയാവും പിന്നെ. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലോ. ഇനി 29ാമത്തെ ശ്ലോകം. 29ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? ക്ഷുക്ഷാമൂതോ നിരീക്ഷൈവ പുനഃ സ്വാപപരായണോ ഋഷിശ്ചിന്താപരോ ജാത കിം വിധേയം മയേതിജ. ഒരു പ്രാവശ്യം കൂടി പറയാം. ക്ഷുക്ഷാമൂതോ നിരീക്ഷൈവ പുനഃ സ്വാപപരായണോ ഋഷിശ്ചിന്താപരോ ജാത കിം വിധേയം മയേതിജ. ഈ 29ാമത്തെ വാക്കിന് കുറച്ച് വാക്കാർത്ഥം പറയുന്നുണ്ട്. അതെന്താ? ക്ഷുക്ഷാമോ, വിശപ്പ് കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന. ക്ഷുത്ത് എന്ന് പറഞ്ഞാൽ വിശപ്പ് എന്നാണ്. ക്ഷാമം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ എന്നർത്ഥമായി. അപ്പോൾ വിശപ്പ് കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന, ആഹാരം ചെല്ലാത്തത് കൊണ്ട് ക്ഷീണിച്ച അവസ്ഥ. തൗ, അവർ രണ്ടുപേരെ. തൗ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേര്. ആരാ രണ്ടുപേര്? ജ്ഞാന വൈരാഗ്യങ്ങൾ. പുന സ്വാപപരായണോ, സ്വാപപരായണോ, പിന്നെയും ഉറക്കത്തിൽ തൽപരന്മാരായിട്ടെന്നർത്ഥം. ഉറക്കത്തിൽ നിന്ന്, ബോധമില്ലായ്മയിൽ നിന്ന് വേദങ്ങളൊക്കെ ചൊല്ലി ഒരു തരത്തിലൊന്ന് ഉണർത്തി, പക്ഷേ വീണ്ടും കോട്ടുവായിട്ട് അവലോകനം ചെയ്യാൻ കണ്ണുകൾക്ക് ശക്തിയില്ലാതെ കണ്ട് ഉറക്കം തോന്നി. ഇതാണ് നമ്മുടെ സ്ഥിതി. നമ്മളിപ്പോൾ ഭാഗവതമൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രസരിപ്പൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാലോ കേട്ട് കളഞ്ഞു. ആ വേദിയിൽ നിന്ന് പോയാൽ ഇതൊക്കെ മറന്നു. അങ്ങനെയാണ്. ഈ ക്ഷുക്ഷാമു, വിശപ്പ് കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നതെന്നല്ല, വിദ്യയുടെ അഭാവം കൊണ്ട് ക്ഷീണിച്ചിട്ടുള്ളതാണ് നമ്മുടെ പൊതുവെ ആൾക്കാർ. വിദ്യയുടെ അഭാവം. മക്കൾ, അച്ഛനമ്മമാർ ദേഷിക്കുന്നത് എന്തുകൊണ്ടാണ്? മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്നുള്ള അവസ്ഥ അറിയാത്തത് കൊണ്ട്. കാവടി കെട്ടി അച്ഛനമ്മമാരെ പിൽഗ്രിമേജിന് പോകുന്ന ഒരു ആൾക്കാരുണ്ട്. അവരാരാ? ഒന്നും സമ്പാദിക്കേണ്ട ആവശ്യമില്ല. അച്ഛനമ്മമാരുടെ പുണ്യം, അവരുടെ അനുഗ്രഹം ഉണ്ടായാൽ മതി. ഈ ലോകത്ത് ഏറ്റവും കേമന്മാർ സ്വന്തം അച്ഛനമ്മമാരെ നിന്ദിക്കാത്തവരാ. അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല. അവർ പറയണത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. അവരവർക്ക് എന്ത് നഷ്ടം വന്നാലും ആ നഷ്ടമൊക്കെ ഈശ്വരൻ നമ്മൾക്ക് എന്ത് ചെയ്തു തരും? എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് വകവെച്ച് തരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയണു പുനഃസ്വാപ പിന്നെയും ഉറക്കത്തിൽ തൽപരന്മാരായിട്ട് നിരീക്ഷ ഏവ, നിരീക്ഷിക്കപ്പെട്ടു, കണ്ടു, നാരദർ കണ്ടു.
ഋഷി മയാ എന്നാൽ കിം വിധേയം ഇനി എന്താ ഞാൻ ചെയ്യുക? കിം വിധേയം, ഞാൻ എൻ്റെ അറിവിനനുസരിച്ചിട്ട് കൈയൊക്കെ മർദ്ദിച്ചു നോക്കി, രക്ഷപ്പെടുന്നില്ല. കാതിൽ പുരാണങ്ങളും ഭഗവത്ഗീത ഒക്കെ പറഞ്ഞു നോക്കി, അപ്പം ഒന്ന് ഉണർന്ന് കിട്ടി, പിന്നെ ഉറക്കത്തിലേക്ക് തന്നെ പോയി. ഇല്ലേ, ഡോക്ടർമാർ പറയില്ലേ, എന്നെ കൊണ്ട് ആവണതൊക്കെ ചെയ്തു, ഇനി നിങ്ങൾ കൃഷ്ണാരാമൻ ജപിച്ചോളൂ പറയും. കാരണം എന്താ, മോഡേൺ സയൻസിന് ചില പരിധികളുണ്ട്. ഞാൻ ഉപയോഗിച്ച വാക്കെന്താ, മോഡേൺ. എന്നാൽ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു ഈ ഭാഗവതം ഒരു സയൻസാണെന്ന് പറഞ്ഞു. അതിനെന്താ കാരണം? അത് മോഡേൺ അല്ല, എന്നും നിലനിൽക്കുന്നതാണ്. നവം ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും പുതുതായിട്ട് തോന്നും ഭാഗവതം. അതുകൊണ്ടാണ് നിരീക്ഷ്യ ഏവ കണ്ടിട്ട് മയാ എന്നാൽ കിം വിധേയം എന്തു ചെയ്യപ്പെടണമെന്ന് ചിന്താപരാ ജാത ചിന്തായുക്തനായി ഭവിച്ചു. യുക്തിയില്ലാതെ കൊണ്ട് ചിന്തിക്കരുത്. യുക്തിയില്ലാത്തത് പറയാൻ പാടില്ല. എനിക്ക് കൺവിൻസ് ആവാത്തത് ഞാൻ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കരുത്. എനിക്ക് അറിയാത്തതിനെ അറിയില്ല എന്ന് പറയണം. ആരെന്നെ പറ്റി എന്ത് ധരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ അതിനെ മൊത്തത്തിൽ നമുക്കൊന്ന് പോളിഷ് ചെയ്ത് പറഞ്ഞാൽ, വിശപ്പ് കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന അവർ രണ്ടുപേരെ പിന്നെയും ഉറക്കത്തിൽ തൽപരന്മാരായി കണ്ടിട്ട് ഋഷി എന്നാൽ എന്തു ചെയ്യപ്പെടണമെന്ന് ചിന്തായുക്തനായി ഭവിച്ചു. അതാണ് ടെക്നിക്കലായിട്ടുള്ള അർത്ഥം. ഞാൻ എൻ്റെ ഭാവാർത്ഥം പറയാം. ഭാവാർത്ഥം എന്താ? വിശന്ന് തളർന്നിരിക്കുന്ന അവർ രണ്ടുപേരും പിന്നെയും ഉറങ്ങുവാൻ തന്നെ ആഗ്രഹിക്കുന്നതായിട്ട് കണ്ടപ്പോൾ നാരദമുനി ഇവരുടെ ക്ഷീണം തീർപ്പാൻ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചു എന്നാണ് എൻ്റെ അർത്ഥം പറയാം. ഇനി ശ്ലോകം 30. ശ്ലോകം 30 എന്താ പറഞ്ഞത്? അഹോ നിദ്രാകഥം യാതി വൃദ്ധത്വം ച മഹത്തരം ചിന്തയന്നിതി ഗോവിന്ദം സ്മാരയാമാസ ഭാർഗവാം. ഒന്നുകൂടി പറയാം. അഹോ നിദ്ര കഥം യാതി വൃദ്ധത്വം ച മഹത്തരം ചിന്തയന്നിതി ഗോവിന്ദം സ്മാരയാമാസ ഭാർഗവാം. ഇതിന് വാക്കാർത്ഥം പറഞ്ഞിട്ടില്ല, ഭാവാർത്ഥം പറയാം. അഹോ എന്ന് പറഞ്ഞാൽ ആശ്ചര്യം എന്നാണ് പറയാം. അഹോ അലാസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ശിവ ആശ്ചര്യം എന്നാ. അഹോ ഇവരുടെ നിദ്രയും അതികഠിനമായി ബാധിച്ചിരിക്കുന്ന വൃദ്ധത്വവും. എല്ലാം ത്വവും എന്ന് പറഞ്ഞാൽ എന്താ? തത്വങ്ങളാണ്. ചിലവർ പ്രായമായാലും യുവത്വമുള്ളവരായിരിക്കും. എന്താ? അവരുടെ മനസ്സിന് ക്ഷീണമില്ല. എന്നാൽ ചില യുവാക്കൾ ക്ഷീണിച്ച് കാണപ്പെടും. അതിനെന്താ കാര്യം? അവരുടെ മനസ്സിന് ക്ഷീണമുണ്ട്. അപ്പോൾ മലയാളത്തിൽ പറയും 3-4 പ്രാവശ്യം മലം പോയാൽ ബലം പോയി എന്ന് പറയും. എന്നാൽ മനസ്സ് പോയാലോ എല്ലാം പോയി, ഭ്രാന്തായി. ഒന്നുണ്ട എത്ര വലിയ മുതലാളിയായിട്ടും കാര്യമില്ല. ചങ്ങലക്കിടും, ഷോക്കടിപ്പിക്കും. അപ്പോൾ ഏത് ദീനം വന്നാലും തലയ്ക്ക് അസുഖം വരരുത് എന്ന് പറയും. അതൊരു സ്വാഭാവികമായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ കാര്യം, ഇവരുടെ നിദ്രയും അതികഠിനമായി ബാധിച്ചിരിക്കുന്ന വൃദ്ധത്വവും എങ്ങനെ ഇല്ലാതെയാകുമെന്ന് ചിന്തിച്ചിട്ടും മാർഗം കാണാഞ്ഞപ്പോൾ, ഹേ ശൗനക, സൂതനാട്ടോ പറഞ്ഞത്, ഹേ ശൗനക, നാരദമുനി അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവനായ ശ്രീ ഗോവിന്ദനെ സ്മരിച്ചു. ഏത് ക്ലാസ് തോറ്റാലും ഭക്തി ഉണ്ടെങ്കിൽ ജയിക്കും. നമ്മൾ ജീവിതത്തിൽ ജയിക്കും. പഠിച്ചോ പഠിച്ചില്ല എന്നുള്ളതല്ല, ഭക്തി ഉണ്ടോ, അച്ഛനോടും അമ്മോടും ഭക്തി ഉണ്ടോ, അവർക്ക് ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. ആരവരെ അവഹേളിച്ചാലും അവർ രക്ഷപ്പെടും. കാരണം അവരുടെ എന്തുണ്ട്? ഈശ്വരീയത. ഭഗവാൻ എന്താ പറഞ്ഞത്? ഞാൻ സമ്പന്നരുടെ കൂട്ടത്തിലാണോ? അല്ല. എന്നാൽ ധനമില്ലാത്തവരുടെ കൂടെയാണോ? അല്ല.
ആരുടെ മനസ്സിലാണ് ഭക്തി ഇരിക്കുന്നത്? ഞാൻ ഭക്തിയുടെ ഒപ്പം ഇരിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ആ ഭക്തി എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൽ പറയുന്ന കൂട്ടത്തിൽ ആദ്യം ശ്രവണം, പിന്നെ മനനം, പിന്നെ കീർത്തനം. കേൾക്കണം. നല്ല വാക്കുകൾ നല്ലവരിൽ നിന്ന് കേട്ട് ബോധിച്ച് അതിനെ മനനം ചെയ്തുറപ്പിച്ച് അല്ലേ, എന്നിട്ട് വേണം കീർത്തനം ചെയ്യാൻ. ഇപ്പോൾ ആൾക്കാർ ഭാഗവതം മുഴുവൻ വായിച്ചു തീർത്തിട്ടുണ്ടാവില്ല, ആചാര്യന്മാരാവും. അല്ലെങ്കിൽ നാരായണീയം വായിക്കാൻ പഠിച്ചിട്ടുണ്ടാവും, അവർ ടീച്ചർമാരായി. അർത്ഥറിയില്ല അവർക്ക്, ആരും ചോദിക്കില്ല. എങ്ങനെയെങ്കിലും ഈണത്തിലാണ് വായിച്ച് കിട്ടിയാൽ മതി എന്നാ. അതുകൊണ്ട് കാര്യമില്ല. അത് പാത്രം കമുത്തി വെച്ച് വെള്ളം ഒഴിച്ചാൽ എന്താ ഉണ്ടാവുക? അല്ലെങ്കിൽ ഓട്ടപാത്രത്തിൽ വെള്ളം ഒഴിച്ചാൽ എന്താ ഉണ്ടാവുക? അതാണ് സ്ഥിതി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഹരേരാമ മന്ത്രം കലിയുഗത്തിലെ കലിസന്ധരണ ഉപനിഷത്താണ് എന്നുള്ള ബോധം മലയാളികൾക്ക് എത്ര ആളുണ്ട്? നാരായണീയം അർത്ഥം അറിയാതെ കണ്ട് വായിക്കുന്നവരുടെ പേഴ്സൻറ്റേജിൽ ഈ ഹരേരാമ മന്ത്രം കലിസന്ധരണ ഉപനിഷത്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള സഹോദരീ സഹോദരന്മാർ എത്ര പേരുണ്ട്? എന്തുകൊണ്ട് അവരെ ഹരേരാമ മന്ത്രം ജപിക്കണില്ല? ഞാൻ ഒന്നിനും കൊള്ളാത്തവരാണോ എന്നൊരു ബോധം മറ്റുള്ളവർക്ക് ഉണ്ടാവുമെന്നാ. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ മനോഭാവത്തിൽ പറയണത് എന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് 18 വയസ്സായിട്ടുള്ള ബുദ്ധിമാനായ കുട്ടി വേണോ, ഒന്നും അറിയാത്ത ഒരു 100 വയസ്സായിട്ടുള്ളൊരു മകൻ വേണം? 100 വയസ്സ് ആയുസ്സുള്ളൊരു മകൻ വേണം? ഇതിന് നിങ്ങൾ ഉത്തരം എന്ത് പറയണോ അത് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പം നമ്മൾ എത്ര വർഷം ജീവിച്ചു എന്നല്ല, ജീവിച്ച വർഷങ്ങളിൽ ശാന്തിയും സമാധാനത്തോടു കൂടി എത്ര വർഷം ജീവിച്ചു, അതാണ്. നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്ത് പ്രേരണ കിട്ടി? ഇപ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസ് 0 ആണ്, പക്ഷേ എനിക്കത് ദുഃഖമില്ല. കാരണം എന്താ? എൻ്റെ കാര്യങ്ങളൊക്കെ ഭഗവാൻ ശ്രേഷ്ഠമായ രീതിയിൽ അനുഭവിപ്പിച്ച് തരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഞാൻ ആരെയും നിഷേധിക്കുന്നില്ല. നിഷേധിക്കും തർക്കുത്തരം പറഞ്ഞ, അല്ലെങ്കിൽ വെറും ലൗകിക ചിന്തയുള്ളവരെ ഞാൻ ശകാരിക്കും. കാരണം എൻ്റെ കാഴ്ചപ്പാട് ലൗകികത്തിലല്ല, ആധ്യാത്മികത്തിലുള്ള ശ്രേഷ്ഠമാണ് എൻ്റെ അളവ് പോലെ, പാരാമീറ്റർ എന്ന് പറയും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, വിശന്ന് തളർന്നിരിക്കുന്ന അവർ രണ്ടുപേരും പിന്നെയും ഉറങ്ങുവാൻ. അത് അതിൻ്റെ മുമ്പത്തെ, അപ്പോൾ 30-ാമത്തെയാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇവരുടെ നിദ്രയും അതികഠിനമായി ബാധിച്ചിരിക്കുന്ന വൃദ്ധത്വവും എങ്ങനെ ഇല്ലാതെയാകുമെന്ന് ചിന്തിച്ചിട്ടും മാർഗം കാണാനപ്പോൾ ഹേ ശൗനക, നാരദമുനി അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവനായ ശ്രീ ഗോവിന്ദനെ സ്മരിച്ചു. അതെന്താണെന്ന് കൂടി പറഞ്ഞിട്ട് നമ്മൾക്ക് നിർത്താം. 31-ാമത്തെ ശ്ലോകം പറയണു, ഇദ്ദേഹം എപ്പോൾ ഗോവിന്ദനെ സ്മരിച്ചു അപ്പോൾ ഒരശരീരി കേട്ടുന്ന. അതുവരെ അശരീരി കേട്ടില്ല. എപ്പോഴാണ് ഗോവിന്ദനെ സ്മരിച്ചത്? കൈ മർദ്ദിച്ചു കൊടുത്തു, പിന്നെ ഭഗവത്ഗീതയും ഉപനിഷത്തുകളും വേദങ്ങളൊക്കെ ഉറക്കെ ചൊല്ലി, അനങ്ങിയില്ല. അപ്പോൾ 5 കള്ളിയിലും മുട്ടിയപ്പോഴാണ് പിന്നെ ഗോവിന്ദനെ സ്മരിച്ചത്. അതാണല്ലോ നമ്മുടെ ഈ സ്ഥിതി. പക്ഷേ ഈ നാരദരാരാ? ദേവർഷിയാണ്. അദ്ദേഹം കഥയിൽ നമ്മളെ പ്രബോധിപ്പിക്കാൻ വേണ്ടി വ്യാസര ചൂലിക അങ്ങനെ ചലിപ്പിച്ചു എന്നല്ലാണ്ട് ഭഗവാൻ ഗോവിന്ദനെ സ്മരിക്കാത്ത ഒരു നിമിഷമില്ല ആർക്ക്? നാരദർക്ക്. അപ്പോൾ നമ്മളെന്ത് വേണം? സദാസമയത്തും അച്യുത ആനന്ദ ഗോവിന്ദ, അച്യുതൻ ആനന്ദത്തെ തരുന്നു, അവൻ ഗോവിന്ദനാണ്. ഗോവിന്ദൻ എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? ഗോ എന്നാൽ ഭൂമി എന്നും പശു എന്നർത്ഥം പറയും. പക്ഷെ അത് മാത്രമല്ല, അറിവ് എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ എന്നാണ്. അപ്പോൾ സാധാരണ അമ്പലങ്ങളിൽ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞാൽ എന്തായി അർത്ഥം? അറിവുള്ളവരെ ഭഗവാൻ സംരക്ഷിക്കണമെന്നർത്ഥമായി. എന്താ അറിവുള്ളവർ? അറിവുള്ളവർ ഭഗവാനോടൊന്നും ചോദിക്കില്ല.
എനിക്ക് അത് വേണം ഇത് വേണമെന്ന് ചോദിക്കില്ല. ഭഗവാൻ അറിയാത്ത വല്ല കാര്യമുണ്ടോ നമ്മുടെ അടുത്ത്? ഭഗവാൻ ക്ഷേത്രത്തിൽ കാണുന്ന ബിംബത്തിൽ ജീവനുള്ളവരുടെ പ്രതിബിംബമല്ലേ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ മനസ്സുകൊണ്ടല്ലേ അറിയണുള്ളൂ. മനസ്സിൽ തന്നെ ഭഗവാൻ ബ്രഹ്മസ്വരൂപനായിട്ട് രാമനെന്നും കൃഷ്ണനെന്നും വിഷ്ണുവെന്നും എന്തൊക്കെ പേരുകളുണ്ടോ അതിനൊക്കെ അന്വയമാക്കി തീർത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ള ബുദ്ധി ഉറച്ചാലല്ലേ സ്ഥിതപ്രജ്ഞ ബോധം ഉറക്കണം നമ്മൾക്ക്. എൻ്റെ ഉള്ളിൽ, എൻ്റെ മനസ്സിൽ ചിതാകാശ ഗുഹയിലാണ് ഈശ്വരൻ. കാരണം എന്താ? വിഗ്രഹങ്ങൾ നാശമായിട്ട് തീരും. അപ്പോൾ നമ്മുടെ ഈശ്വരൻ നാശമായി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതേമാതിരി ധൂളി ചിത്രങ്ങളുണ്ട്, കളമെഴുത്ത് പാട്ട്. അത് 3-4 മണിക്കൂർ ബുദ്ധിമുട്ടി വരച്ച കളം പൂജയും കളമ്പാട്ടും കൂടി ആകെ 1 മണിക്കൂറിൽ അത് നമ്മൾ നഷ്ടം വരുത്തുകയാണ്. അപ്പോൾ ഈ അറിവ് മനസ്സിൽ വന്നാൽ ഒരു 10-35 വയസ്സ് വരെയൊക്കെ ക്ഷേത്രത്തിൽ പോയിക്കോളൂ. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താ? തൻ്റെ ഉള്ളിലാണ് ചൈതന്യം, കാണപ്പെടുന്നവരുടെ ഉള്ളിലും ചൈതന്യമുണ്ട്. അപ്പോൾ എന്താണെന്നാ പറയുക, പിന്നെ വയ്യാത്തവരെ ശുശ്രൂഷിക്കാൻ നമ്മൾ സന്മനസ് കാണിച്ചാൽ പോരെ? അവരുടെ ഹൃദയത്തിൽ ആർദ്രത വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. കല്ലിൽ നിന്ന് ആർദ്രത വരില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ചൊരു സാവകാശം ജീവിതത്തിൽ വേണം. കുറച്ച് കാലം ബുദ്ധിമുട്ടണം, വായിക്കണം, പഠിക്കണം. പഠിച്ചതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്തായി? വ്യോമമാണി തദൈവാ അഭൂത് മാ ഋഷേ ഗിദ്യതാമിതി ഉദ്യമ സബലസ്തേതു ഭവിഷ്യതി ന സംശയ. അശരീര വാക്ക് കേട്ടത് അതിൻ്റെ അർത്ഥാണ്, അല്ല ശ്ലോകമാണിത്. എന്താ ഒന്നുകൂടി പറയാം. വ്യോമവാണി തദൈവാ അഭൂത് മാ ഋഷേ ഗിദ്യതാമിതി ഉദ്യമ സബലസ്തേതു. ഉദ്യമ എന്നൊരു വാക്കുണ്ട് അവിടെ. ഉദ്യമ സബലസ്തേതു ഭവിഷ്യതി ന സംശയ. ഉദ്യമിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? പ്രയാസപ്പെട്ടും പരിശ്രമിക്കണം. പരിശ്രമമില്ലാതെ കണ്ട് പരീക്ഷയുടെ തലേ ദിവസം ഉറക്കം ഒഴിച്ചത് കൊണ്ടോ അമ്പലത്തിൽ വഴിപാട് ചെയ്തുകൊണ്ടോ കാര്യമില്ല. ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത ഒരുത്തനെ പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 18 വയസ്സിൽ ഒരു 10-20 ദിവസം കൊണ്ട് കാണാപാഠം പഠിച്ച ക്വസ്റ്റ്യൻ ആൻസർ വെച്ച് ഒരു സിറ്റിങ്ങിൽ SSLC പാസ്സായവർ 10 വർഷം സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങി 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചവർ ആരേനെ നിങ്ങൾ ജോലിക്ക് നിർത്തും? തീർച്ചയായിട്ടും 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ നന്നായി പഠിച്ചവരല്ലേ നിർത്തുള്ളൂ. ഒരു പരീക്ഷയിൽ പാസ്സായി എന്നുകൊണ്ട് അയാൾക്ക് എന്തറിയും? അവിടെയാണ് വിവേകബുദ്ധി എന്ന് വേണ്ടത്. അപ്പോൾ ഗവൺമെൻറ് ആയാലും പാർട്ടി ആണെങ്കിലും നമ്മൾ എന്തിനെയാണ് പരിപോഷിക്കേണ്ടത്? അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്. അല്ലാണ്ട് 1 ടൈം സിറ്റിങ്ങിൽ ഗവൺമെൻറ് ജോലി കിട്ടും പണ്ട് പരീക്ഷ പാസ്സായിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് പറഞ്ഞാൽ നമ്മൾ തെറ്റി. നിങ്ങൾ തെറ്റുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ എന്താ ഇതിനർത്ഥം പറയാം? ഈ 31-ാമത്തെ ശ്ലോകത്തിന് അപ്പോൾ തന്നെ എപ്പോൾ ഗോവിന്ദനെ സ്മരിച്ച ഉടനെ ആകാശവാണി ഉണ്ടായിരുന്ന. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഈശ്വരൻ നമ്മളെ കൈവിടില്ല എന്ന് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമ്മൾക്ക് ഉറപ്പിച്ച് പറയാലോ. നാരദർ ഗോവിന്ദനെ സ്മരിച്ചു ഉടനെ ആകാശവാണി. എന്താ പറഞ്ഞത്? ഹേ ഋഷേ, അങ്ങ് ഖേദിക്കണ്ട, അങ്ങയുടെ പ്രയത്നം സഫലമാകും, സംശയിക്കണ്ട. ആകാശവാണി. ഈ ആകാശവാണിനെയാണ് ഉൾപ്രേരിതം. മനസ്സാക്ഷി നമ്മൾക്ക് ചില ബുദ്ധി തരും ചില സമയത്ത്. അത് ആകാശവാണിയാണ്. ചിതാകാശ ഗുഹയിൽ ഇരിക്കുന്ന ദൈവം പറയിപ്പിക്കണതാണല്ലോ, അതാണ് ആകാശവാണി. അപ്പോൾ ഇവിടെ പറയണു എന്നുള്ള അശരീരവാക്കുണ്ടായി. തു എന്നതിന് അയം എന്ന് പാഠഭേദമുണ്ട് എന്ന് പറയണു. അതെന്തോ ആവട്ടെ. അപ്പോൾ എന്താ പറഞ്ഞത്? ഹേ ഋഷേ, അങ്ങ് ഖേദിക്കേണ്ട, അങ്ങയുടെ പ്രയത്നം സഫലമാകും, സംശയിക്കേണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ അവശ്യം മനസ്സിലാക്കേണ്ടത് എന്താ? ഈ ആകാശവാണി സംഭവിക്കുന്നതിൻ്റെ മുമ്പ് നാരദർ എത്രയോ പ്രയത്നിച്ചു ഈ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ. അത് സാധിച്ചില്ല.
അപ്പോൾ ഭഗവാനോട് അവരവർ പ്രവർത്തിക്കാതെ കണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു കാര്യസാധ്യതയുടെ ഫലം വേണമെന്ന് പറയാൻ നമ്മൾക്ക് അർഹതയില്ല എന്നുള്ള ഗുണപാഠം നമ്മൾ പഠിക്കണം. അതിനാണ് ഗുരുശിഷ്യ വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞത്. സമർത്ഥനായ ഒരു ഗുരുവിൻ്റെ സംഭവബഹുലമായ ജീവിതചര്യയിൽ നിന്നുണ്ടാവുന്ന പരാർത്ഥം ആഗ്രഹിക്കാത്ത ജീവിതം, മറ്റുള്ളവൻ്റെ മുതൽ ഫ്രീ ആയിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണ് സാത്വികൻ. അല്ലാതെ കൊണ്ട് എല്ലാവിധ ആഡംബരത്തിലും ഇരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിന് ദുഃഖം ഉണ്ടാവും എന്നുള്ളൊരു സത്യം മാത്രമാണ്. അതാണ് സാന്ദീപിനി എന്താണ് ഗുരുദക്ഷിണ തരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഭഗവാനോട് എന്താ പറഞ്ഞത്? അങ്ങ് ഈ വിദ്യാലയത്തിൽ ഈ ഗുരു പരമ്പരയിൽ വന്ന തന്നെ അങ്ങയുടെ ചരിത്രം നിലനിൽക്കുന്നിടത്തോളം എൻ്റെ വാക്ക് ശ്രേഷ്ഠമായി മറ്റുള്ളവർ മനസ്സിലാക്കണമെന്ന് കരുതിയിട്ടല്ല ഇവിടെ വന്നത്. അങ്ങയ്ക്ക് എൻ്റെ ആവശ്യം എന്താ? അങ്ങ് സർവജ്ഞനല്ലേ, സർവവ്യാപിയല്ലേ? അതുകൊണ്ടല്ലേ 64 കാലകൾ 64 ദിവസം കൊണ്ട് പഠിച്ചൊരു മഹാനാണ് ശ്രീകൃഷ്ണൻ. അപ്പോൾ ഇതേപോലെയുള്ള തത്വശാസ്ത്രങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഭാഗവതം കൈകാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമുക്ക് രക്ഷ നേടാം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.